എല്ലാവർക്കും മെക്പോയിന്റ് കേരള PCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ് ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പോളി ലെക്ചറർ അതുപോലെ തന്നെ മെക്കാനിക്കിൻ്റെ എല്ലാ ടെക്നിക്കൽ എക്സാമിനും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയാണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ ആണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്. തന്നിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ സിലിണ്ടർ മെയ്ഡ് ഓഫ് a metal conductivity 40 watt per meter Kelvin is to be insulated with a material of conductivity 0.1 watt per meter Kelvin. If the convective heat transfer coefficient with the ambient temperature is 5 watt per meter square Kelvin, the critical radius of insulation is. നമുക്ക് എല്ലായ്പ്പോഴും പോലെ 4 ഓപ്ഷൻസ് ഉണ്ട്. The first option 2 cm, option B 4 cm, option C 8 cm, option D 50 cm. ഓപ്ഷൻ സി എ എന്നാണ് എഴുതിയിരിക്കുന്നത്, ഒരു മിസ്റ്റേക്ക് ആണ്. ഓക്കെ, അത് സി ആണ്. ഓക്കെ, നമുക്ക് ഇത് സോൾവ് ചെയ്യാനായിട്ട് നമുക്കറിയാം ക്രിട്ടിക്കൽ റേഡിയസ് ഓഫ് ഇൻസുലേഷൻ ഫോർ എ സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ ഉണ്ട് തെർമൽ കണ്ടക്ടിവിറ്റി ഡിവൈഡഡ് ബൈ കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്, കെ ബൈ എച്ച് ആണ്. സ്പിയർ ആണെങ്കിൽ നമ്മൾ 2K ബൈ എച്ച് ആണ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 കെ തന്നിട്ടുണ്ട്. ഒന്ന് മെറ്റീരിയലിൻ്റെ ഇത് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇൻസുലേഷൻ്റെയും തന്നിട്ടുണ്ട്. നമ്മൾ ഇൻസുലേറ്റഡ് മെറ്റീരിയലിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി ആണ് ഇവിടെ എടുക്കേണ്ടത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കെ ബൈ എച്ച് എന്ന് പറയുന്നത് 0.1 വാട്ട് പെർ മീറ്റർ കെൽവിൻ. ഇൻസുലേറ്റഡ് മെറ്റീരിയൽ ആണ്, അതിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി ആണ് എടുക്കേണ്ടത്. ബൈ എച്ച് കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ 5 തന്നിട്ടുണ്ട്. ആൻസർ നമുക്ക് കിട്ടുന്നത് 2 എന്നായിരിക്കും. 0.1 ഡിവൈഡഡ് ബൈ 5 2 വരത്തില്ല, ഇൻറ്റു 100 ചെയ്യണം. നമുക്ക് കിട്ടുന്ന മീറ്ററിൽ കിട്ടുന്നത് നമ്മൾ 100 ചെയ്യുമ്പോൾ 2 സെൻറ്റിമീറ്റർ എന്നായിരിക്കും. നമുക്ക് ആൻസർ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. And which of the following material is a heat transfer energy propagation minimum due to conduction heat transfer? ഓപ്ഷൻസ് ഉണ്ട് ലെഡ്, വാട്ടർ, കോപ്പർ, എയർ. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ എനർജി പ്രൊപ്പഗേഷൻ എപ്പോഴും എനർജി പ്രൊപ്പഗേഷൻ തെർമൽ കണ്ടക്ടിവിറ്റി ആയിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ മിനിമം ഉണ്ടാകുന്നത് തെർമൽ കണ്ടക്ടിവിറ്റി ഏറ്റവും മിനിമം ഉള്ള സബ്സ്റ്റൻസിനായിരിക്കും. ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കുറവ് തെർമൽ കണ്ടക്ടിവിറ്റി വരുന്നത് എയറിനാണ്. പിന്നെ ഇതിനകത്ത് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമൽ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് വാട്ട് പെർ മീറ്റർ കെൽവിൻ ആണ്, ഓർത്ത് വെക്കുക. എയറിന് 0.24 വാട്ട് പെർ മീറ്റർ കെൽവിൻ, കോപ്പറിനാണ് ഏറ്റവും കൂടുതൽ 385, വാട്ടർ 0.6 വാട്ട് പെർ മീറ്റർ കെൽവിൻ ആണ് യൂണിറ്റ്. ലെഡ് 34 പോയിന്റ്സ് ആണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ആൻസർ ആയിട്ട് വരുന്നത് ഏറ്റവും കുറവ് തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ള എയർ ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. A 0.5 meter thick plain wall has its two surfaces kept at 300 degrees centigrade and 200 degrees centigrade. The thermal conductivity of the wall varies linearly with the temperature and its value at 300 and 200 degrees centigrades are 25 and 15 respectively. Then the steady state heat flux through the wall is. നമുക്കറിയാം ഹീറ്റ് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q ഡിവൈഡഡ് ബൈ എ ആണ്, ഏരിയ ആണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഹീറ്റ് ഫ്ലക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, ഓപ്ഷൻസിലേക്ക് പോവാം. 8 കിലോ വാട്ട് പെർ മീറ്റർ സ്ക്വയർ, 5 കിലോ വാട്ട് പെർ മീറ്റർ സ്ക്വയർ, 4 കിലോ വാട്ട് പെർ മീറ്റർ സ്ക്വയർ, 3 കിലോ വാട്ട് പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഫൊറിയർ ലോയിലെ Q = KA × DT / DX ആണ്. ഡയറക്റ്റ് പുട്ട് ചെയ്യുക. K × A × DT / DX. DT തന്നിട്ടുണ്ട് 100 ആണ്, നമുക്ക് 300 - 200 100 ആണ്. 0.5 ആണ് തിക്ക് പ്ലേറ്റ് തന്നിട്ടുണ്ട്. ഏരിയ തന്നിട്ടുണ്ട്. ഓക്കെ, അല്ല Q/A ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ നമുക്ക് ആവശ്യമില്ല. Q/A ഹീറ്റ് ഫ്ലക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കെയുടെ വാല്യൂ 2 തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മീനാണ് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ എടുക്കേണ്ടത്. ശ്രദ്ധിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. 2
ടെമ്പറേച്ചറിൽ തെർമൽ കണ്ടക്ടിവിറ്റി തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ മീൻ ചെയ്തിട്ട് കെയുടെ വാല്യൂ പുട്ട് ചെയ്യുക. അപ്പോൾ 15 25 ആകുമ്പോൾ അതിൻ്റെ മീൻ 20 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ 4 കിലോവാട്ട് പെർ മീറ്റർ സ്ക്വയർ വരും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫൊറിയർ ലോ വെച്ചിട്ട് ചെയ്യേണ്ട പ്രോബ്ലംസ് ഒരുപാട് എക്സാമിൽ ചോദിക്കാറുണ്ട്. 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ മെറ്റൽ റോഡ് ഓഫ് 2 cm ഡയ ഹാസ് എ thermal conductivity of 40 watt per meter Kelvin, which is to be insulated with an insulating material of thermal conductivity 0.1 watt per meter Kelvin. If the convective heat transfer coefficient with the ambient temperature is 5 watt per meter square Kelvin, the critical thickness of insulation. The critical thickness of insulation ആണ്, radius of insulation അല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത്. critical thickness of insulation ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ 1 cm, option B 2 cm, option D 7 cm, option D 8 cm, option C 7 cm ആണ്, option D 8 cm. ഇത് ചെയ്യാനായിട്ട് നമുക്കറിയാം ഇതൊരു സിലിണ്ടർ ആണ്, റോഡാണ്. മെറ്റൽ റോഡ് എന്ന് പറഞ്ഞാൽ സിലിണ്ടർ ആണ്. അപ്പോൾ K/H ആണ്. K 0.1 ആണ് എടുക്കേണ്ടത്. ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ 0.1 / 5 നമുക്ക് കിട്ടുന്നത് 2 cm ആയിരിക്കും. അത് നമുക്ക് കിട്ടുന്ന ക്രിട്ടിക്കൽ റേഡിയസ് ഓഫ് ഇൻസുലേഷൻ ആണ്. ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് മെറ്റൽ റോഡിൻ്റെ ഡയ തന്നിട്ട് അതിൻ്റെ റേഡിയസുമായിട്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ RC മൈനസ് മെറ്റൽ റോഡിൻ്റെ റേഡിയസ് കുറച്ച് കഴിഞ്ഞാൽ 1 cm, ഓപ്ഷൻ എ ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരിക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. വാട്ട് വിൽ ബി ദ ജോമെട്രിക് റേഡിയസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഫോർ എ ഹോളോ സ്പിയർ of inner and outer radius R1 and R2. Geometric radius, geometric mean നമ്മൾ കണ്ടുപിടിക്കുന്ന പോലെ തന്നെയാണ്. ഓപ്ഷൻ എ √R1 × R2, R2 R1, R2 by R1, all of the above. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതിന് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റ് പഠിച്ചു വെക്കേണ്ട ഒരു ഇക്വേഷൻ ആണ്. ജോമെട്രിക് റേഡിയസ് കണ്ടുപിടിക്കാനായിട്ട് 2 റേഡിയസ് തന്നു കഴിഞ്ഞാൽ √R1 × R2. 6ാമത്തെ ക്വസ്റ്റ്യൻ 6 kilojoule of conduction heat transfer has to takes place in 10 minutes from one end to the another end into metallic cylinder of area 10 cm square, cross sectional area, length 1 meter, thermal conductivity 100 watt per meter Kelvin, watt per meter Kelvin. What is the temperature difference between the end of the cylindrical bar? The Fourier law is Q is equal to K into dt by dx തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് 80, 100, 120 ആൻഡ് 160. നമുക്കിതിൻ്റെ ആൻസർ 100 ആയിരിക്കണം കിട്ടേണ്ടത്. നമുക്ക് ഇത് ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് Q is equal to K into dt by dx ആണ്. അപ്പോൾ dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q into dx by K ആണ്. നമുക്ക് Q തന്നിട്ടുണ്ട്, എല്ലാത്തിനെയും നമ്മൾ SI സിസ്റ്റത്തിലേക്ക് മാറ്റൂ. 6000 × 1 ഡിവൈഡഡ് ബൈ ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ തന്നിരിക്കുന്നത് എത്രയാണ്? കെയുടെ വാല്യൂ 100 ആണ് തന്നിട്ടുണ്ട്. 100 × A 10 × 10⁻⁻4 വരും. ദെൻ ഒരു ടൈം കൂടി വരും. Q ഡിവൈഡഡ് ബൈ ടൈം റേറ്റ് ഓഫ് ഹീറ്റ് ആണ്. അപ്പോൾ 10 മിനിറ്റ് 10 × 60 നമുക്ക് ആൻസർ വരുന്നത് 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഡിഫറൻസ്, അല്ലെങ്കിൽ DT എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. നമ്മൾ ചെയ്ത് നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ ആണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ക്രിട്ടിക്കൽ റേഡിയസ് ഓഫ് ഇൻസുലേഷൻ ഓഫ് സ്പിയർ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സിലിണ്ടർ ആണെങ്കിൽ K/H, സ്പിയർ ആണെങ്കിൽ 2K/H ആണ് വരുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 8ാമത്തെ ക്വസ്റ്റ്യൻ, എ പ്ലെയിൻ ബോൾ ഈസ് 25 cm thick with an area 1 meter square and has a thermal conductivity of 0.5 watt per meter Kelvin. If a temperature difference of 60 degrees centigrade is imposed across it, what is the heat flow എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. 4 ഓപ്ഷൻസ് 120 കിലോവാട്ട്, 140, 160 ആൻഡ് 180 കിലോവാട്ട്. നമ്മളുടെ മെയിൻ ഇക്വേഷൻ Q is equal to K into dt by dx ഡയറക്റ്റ് പുട്ട് ചെയ്യുക. ആൻസർ 120 കിലോവാട്ട്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ, മെറ്റൽ പ്ലേറ്റ് ഹാസ് എ സർഫസ് ഏരിയ ഓഫ് 2 meter square, thickness 10 mm
and a thermal conductivity of 200 watt per meter Kelvin, what is the thermal resistance of the plate? ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. തെർമൽ റെസിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 4 into 10⁻⁴ കെൽവിൻ പെർ വാട്ട്, 2.5 into 10⁻³ 1.5 into 10⁻⁵, 2.5 into 10⁻⁵. ഇവിടെ തെർമൽ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ dx/Ka ആണ്. നമുക്ക് dx തന്നിട്ടുണ്ട് 10 into 10⁻³ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 200 into 2. ആൻസർ 2.5 into 10⁻⁵, ഓപ്ഷൻ ഡി ആണ് വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി ടു ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി? തെർമൽ കണ്ടക്ടിവിറ്റിയും ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും തമ്മിലുള്ള റേഷ്യോയ്ക്ക് നമ്മൾ പറയുന്ന പേര്. ഓപ്ഷൻ എ പ്രാൻഡിൽ നമ്പർ, ഓപ്ഷൻ ബി ഷ്മിഡ് നമ്പർ, ദെൻ ഓപ്ഷൻ സി ലോറൻസ് നമ്പർ, ഓപ്ഷൻ ഡി ലൂയിസ് നമ്പർ. ഇതിൻ്റെ ആൻസർ നിങ്ങൾ പഠിച്ചു വെച്ചോളുക. ഇറ്റ് ഈസ് ലോറൻസ് നമ്പർ ആണ്. എക്സാമിന് ചോദിച്ചിട്ടില്ല ഇതുവരെ, നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, മറ്റു കാര്യങ്ങൾ, അതായത് പ്രാൻഡിൽ നമ്പർ അങ്ങനെയുള്ള നമ്പേഴ്സ് എൻ്റെ അടുത്ത വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും. അതിനെക്കുറിച്ച് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ തെർമൽ ഇത് പഠിച്ചു വെക്കുക ഇപ്പോൾ തന്നെ പറഞ്ഞ കാര്യം. ഓക്കെ, ഹീറ്റ് ട്രാൻസ്ഫർ ബൈ കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ ഇൻ. ഈ 3 രീതിയിലുള്ള റേഡിയേഷൻസും നമുക്ക് കാണാൻ പറ്റുന്നത് മെൽറ്റിംഗ് ഓഫ് ഐസ്, ബോയിലർ ഫർണസ്, നൺ ഓഫ് ദീസ്, കണ്ടൻസേഷൻ ഓഫ് സ്റ്റീം. ഇതിൽ ഏത് കേസിലാണ് ഈ 3 രീതിയിലുള്ള ഹീറ്റ് ട്രാൻസ്ഫറും പോസിബിൾ ആയിട്ടുള്ളത്? ബോയിലർ ഫർണസിൻ്റെ കേസിലാണ് ഇത് വരുന്നത്. മിക്ക എക്സാമ്പിളും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഹീറ്റ് ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ് അക്കോർഡിംഗ് ടു. ഹീറ്റ് ട്രാൻസ്ഫർ എങ്ങനെയാണ് ടേക്സ് പ്ലേസ് ചെയ്യുന്നത്? അക്കോർഡിംഗ് ടു വിച്ച് ലോ ആണെന്നാണ്. നമുക്ക് അറിയാം, സീറോത്ത് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെമ്പറേച്ചറിൻ്റെ ഒരു തെർമോമീറ്ററിൻ്റെ ഇൻവെൻഷന് കാരണമായിട്ടുള്ള ലോ ആണ്. ഫസ്റ്റ് ലോ എനർജി കൺസർവേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. തേർഡ് ലോ ആണെങ്കിൽ നമുക്ക് അതൊരു എൻട്രോപ്പി അറ്റ് അബ്സല്യൂട്ട് സീറോ, അല്ലെങ്കിൽ ക്രിസ്റ്റലൈൻ ഒബ്ജക്ട്സിൻ്റെ എൻട്രോപ്പി അറ്റ് അബ്സല്യൂട്ട് സീറോ അതിനെ പറ്റിയിട്ടാണ് അതിൻ്റെ ഡിസ്കഷൻ പോകുന്നത്. സെക്കൻഡ് ലോയിലാണ് ഹീറ്റ് ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ് ചെയ്യുന്ന കാര്യം കറക്റ്റായിട്ട് പറയുന്നത്. 2 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, കെൽവിൻ പ്ലാങ്കിൻ്റെ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ഓക്കെ, 13ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബൈ മോളിക്കുലർ കൊളീഷൻ ഈസ് നോൺ ആസ്. മോളിക്കുലർ കൊളീഷൻ അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കൺവെക്ഷൻ ആണ്. കണ്ടക്ഷനിൽ നമുക്കറിയാം ആക്ച്വൽ മോഷൻ ഓഫ് ദി മോളിക്യൂൾസ് ഉണ്ടാവില്ല, മോളിക്യൂൾസ് റെസ്റ്റ് ആയിരിക്കും. ദെൻ റേഡിയേഷൻസ് ആണെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ് വാക്വത്തിലൂടെ പോലും നമുക്ക് റേഡിയേറ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ പോസിബിൾ ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ വരുന്ന മോളിക്കുലർ കൊളീഷൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് കൺവെക്ഷൻ ആണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, എ കോമ്പോസിറ്റ് സ്ലാബ് ഹാസ് 2 layers of different materials with thermal conductivities K1 and K2. If each layer has the same thickness, then the equivalent thermal conductivity is. നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ്, നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ആണ് 2K1 K2 ഡിവൈഡ് ബൈ K1 പ്ലസ് K2. ഡയറക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ 2 വാല്യൂ 5ഉം 10ഉം തന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, 15th ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. എ ഫൊറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ ഗീവ്സ് ഹീറ്റ് ഫ്ലോ ഫോർ. നമുക്കറിയാം ഫൊറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ ഒരുപാട് അസംഷൻസ് ഉണ്ട്, നിങ്ങൾ തീർച്ചയായും പഠിച്ചിരിക്കേണ്ടതാണ്. അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ആൻസർ ഒറ്റയടിക്ക് എഴുതാൻ പറ്റും. ഓപ്ഷൻ എ റെഗുലർ സർഫസസ്, നോൺ യൂണിഫോം ടെമ്പറേച്ചർ സർഫസസ്, 1 dimensional സർഫസസ്, 2 dimensional സർഫസസ്. ഫൊറിയർ ലോ എപ്പോഴും അതിൻ്റെ അസംഷന് തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് 1 dimensional സർഫസസിന് വേണ്ടിയിട്ടുള്ളതാണ്, 2 dimensional അല്ല 1 dimensional ആണ്. 16th ക്വസ്റ്റ്യൻ ആണ് ഇനി പോകുന്നത്. A composite wall of furnace has 2 layers of equal thickness having thermal conductivities in the ratio 3:2. What is the ratio of the temperature drop across 2 layers? Temperature drop തമ്മിലുള്ള ആ ഒരു റേഷ്യോ എത്രയാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. 2:3, 3:2, 1:2, log 2 log 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. log E ആണ് ബേസ് ചെയ്തിരിക്കുന്നത്. ആൻസർ നമുക്ക് ഫൊറിയർ ലോ വെച്ച് തന്നിട്ട് ചെയ്യാവുന്നതാണ്. Q = K × dt/dx. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിറ്റിയുടെ ഇക്വേഷൻ കിട്ടും. നമുക്കറിയാം K അണ്ടറിൽ വരും. അപ്പോൾ രണ്ടും തീർച്ചയായിട്ടും ഇതിൻ്റെ ആൻസർ നമുക്ക് വരുന്നത് 2 നേരെ തിരിഞ്ഞായിരിക്കും വരിക. 2:3 ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 2:3 എന്നായിരിക്കും ആൻസർ വരിക.
dt is equal to Q into dF by Kയുടെ റേഷ്യോ നമ്മൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 2:3 ആയിരിക്കും നമ്മുടെ ആൻസർ വരിക. തിരിഞ്ഞായിരിക്കും പറ്റുന്നത്. 17ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ MLT തീറ്റ സിസ്റ്റം വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ML⁻⁻1 T⁻⁻1 തീറ്റ, MLT⁻3 തീറ്റ⁻⁻1, ML⁻1 T⁻⁻1 തീറ്റ⁻⁻2. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. നമുക്കറിയാം തെർമൽ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട് പെർ മീറ്റർ കെൽവിൻ ആണ്. ഇവിടെ നമുക്ക് കെൽവിനിലല്ല ടെമ്പറേച്ചർ തന്നിരിക്കുന്നത്, ഡിഗ്രി തീറ്റ ബേസ്ഡ് ആണ്. അപ്പോൾ വാട്ട് പെർ മീറ്റർ, നമുക്കറിയാം വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി പെർ യൂണിറ്റ് ടൈം ആണ്. എനർജിയുടെ ML² T⁻⁻2 ഡിവൈഡഡ് ബൈ ടൈം ML² T⁻⁻3 വരും. L വെച്ച് കട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഓപ്ഷൻ ബിയിലേക്കാണ് നമ്മുടെ ആൻസർ പോവുക. ML T⁻⁻3 തീറ്റ⁻⁻1. കെൽവിൻ നമ്മൾ തീറ്റയിലേക്ക് മാറ്റി. അപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് അറിഞ്ഞിരിക്കുക, വാട്ട് പെർ മീറ്റർ കെൽവിൻ ആണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. 18ാമത്തെ ക്വസ്റ്റ്യൻ. നോൺ ഡയമെൻഷണൽ ഫോം ഓഫ് നാച്ചുറൽ കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ഈസ്. ഓപ്ഷൻ എ പ്രാൻഡിൽ നമ്പർ, ഓപ്ഷൻ ബി നസൽ നമ്പർ, ഗ്രഷോഫ് നമ്പർ എന്നാണ്, GR കൂടിയുണ്ട്, ഗ്രഷോഫ് നമ്പർ. ഓപ്ഷൻ ഡി റൈനോൾഡ്സ് നമ്പർ. തീർച്ചയായിട്ടും ഇതിൻ്റെ ആൻസർ നിങ്ങൾ ഊഹിച്ചു നോക്കുക. പ്രാൻഡിൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലേ, പ്രാൻഡിൽ നമ്പർ ഉണ്ട്. അതുപോലെ തന്നെ റൈനോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നത് എന്താണ്, ഇനേർഷ്യ ഫോഴ്സ് ടു ദി വിസ്കസ് ഫോഴ്സിനെയാണ് നമ്മൾ ഈ പറയുന്ന റൈനോൾഡ്സ് നമ്പറിന് ആയിട്ട് പറയുന്നത്. റൈനോൾഡ്സ് നമ്പറിന് നമ്മൾ പറയുന്നത് ഇനേർഷ്യ ഫോഴ്സ്. ഇതിൻ്റെ ആൻസർ നമുക്ക് വരുന്നത് ഗ്രഷോഫ് നമ്പർ ആണ്. ഗ്രഷോഫ് നമ്പർ ആണ് നോൺ ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു നമ്പർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളത് അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രാൻഡിൽ നമ്പർ എന്ന് പറഞ്ഞാൽ മൊമെന്റം ഡിഫ്യൂസിവിറ്റി ഡിവൈഡഡ് ബൈ തെർമൽ ഡിഫ്യൂസിവിറ്റി ആണ് പ്രാൻഡിൽ നമ്പർ. നസൽ നമ്പർ എന്ന് പറഞ്ഞാൽ കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ സ്ട്രെങ്ത് ഡിവൈഡ് ബൈ കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ സ്ട്രെങ്ത് ആണ്. അപ്പോൾ ഇത്രയും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഗ്രഷോഫ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയൻസി ഫോഴ്സ് ഡിവൈഡഡ് ബൈ വിസ്കസ് ഫോഴ്സ് ആണ്. βg ΔT L³ ഡിവൈഡഡ് ബൈ mu സ്ക്വയർ ആണ്, കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ സ്ക്വയർ. അപ്പോൾ ബോയൻസി ഫോഴ്സ് ബൈ വിസ്കസ് ഫോഴ്സ് ആണ് നമ്മളുടെ ഗ്രഷോഫ് നമ്പർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. The critical radius of a hollow cylinder is defined as outer radius with maximum heat flow, outer radius with minimum heat flow, inner radius with minimum heat flow, inner radius with maximum heat flow. തീർച്ചയായിട്ടും ഔട്ടർ റേഡിയസ് വിത്ത് മാക്സിമം ഹീറ്റ് ഫ്ലോ ആണ് ഇതിൻ്റെ ആൻസർ. 19 ക്രിട്ടിക്കൽ റേഡിയസ് ഓഫ് എ ഹോളോ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഔട്ടർ റേഡിയസ് വിത്ത് മാക്സിമം ഹീറ്റ് ഫ്ലോ ആണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ. എ ഫിൻ ഈസ് എഫക്റ്റീവ് ഓൺലി വെൻ ബയോട്ട് നമ്പർ ഈസ്. ബയോട്ട് നമ്പർ എന്താണെന്ന് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ലെസ് ദാൻ 1, equal to 1, greater than 1, ഇൻഫൈനൈറ്റ്. ഇതിൻ്റെ ബയോട്ട് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ഷൻ റെസിസ്റ്റൻസ് ബൈ കൺവെക്ഷൻ റെസിസ്റ്റൻസ് ആണ്. ഒരു ഫിൻ എഫക്റ്റീവ് ആവണമെങ്കിൽ ബയോട്ട് നമ്പറിൻ്റെ വാല്യൂ എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കണം, ഓർത്ത് വെച്ചോളുക. ലെസ് ദാൻ 1 ആണെങ്കിൽ മാത്രമാണ് ഫിന്ന് എഫക്റ്റീവ്, നല്ല രീതിയിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുകയുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പോളി ലെക്ചർ എക്സാമിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഈ വീഡിയോ സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാൻ പോകുന്ന എല്ലാ മെക്കാനിക്കൽ ടെക്നിക്കൽ എക്സാമിനേഷനും യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പേര് രാഹുൽ രവി. മെക് പോയിന്റ് കേരള PCയുടെ ഈ ചാനൽ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള വളരെ നല്ല ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.